ഇപ്പോൾ വെളിനാട് ശശിയുടെ അതിക്രമത്തിനിരയായ കുടുംബം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കുട്ടിയുണ്ട്, ചികിത്സയിൽ തന്നെയാണ്, ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദനയുണ്ട്, കൈക്ക് നല്ല വേദനയുണ്ട്. അപ്പം ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഭീഷണിയൊന്നുമില്ല. ഞങ്ങൾ കട തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഇതൊക്കെ ഉള്ളത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് പൈസ കൊടുത്തിട്ടുണ്ട് മുമ്പേ. പക്ഷെ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഒന്നും കൊടുക്കുന്നില്ല. അതിനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണോന്നും ഞങ്ങൾക്ക് അറിയാൻ വയ്യ. അടുത്ത കടക്കാർ വല്ലതും പറഞ്ഞ് ആണോന്നും ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഞങ്ങൾക്ക് ആരെയും പറയാൻ ഞങ്ങൾക്ക് അറിയാൻ വയ്യ. പൈസ ആവശ്യപ്പെട്ടിരുന്നു. അത് അറിയാൻ വയ്യ. ഞങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇല്ല ഇല്ല, ഞങ്ങളുടെ നാടല്ലല്ലോ. ഞങ്ങൾ 5-6 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങളുടെ വീട്. അത് ഈ പാർട്ടി ഫണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നേരത്തെ എൻ്റെ മോന് 2013 ജോലി കിട്ടിയപ്പോൾ അയാൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ശമ്പളം വാങ്ങിക്കുമ്പോഴും അതിന് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫണ്ടിന് വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പം കൊടുത്തില്ല. ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്തൊന്നും കൊടുത്തില്ല. അല്ല, ബോർഡ് മാറ്റുന്നതിന് പൈസ ആയിരിക്കില്ല. എന്താണെന്ന് അറിയാൻ വയ്യ. എന്തിനാണ് പൈസ ചോദിച്ചതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ബോർഡ് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ബോർഡ് ഞങ്ങൾ അനധികൃതമായിട്ട് റോഡിലോട്ടൊന്നും ഇറക്കി വെച്ചിട്ടില്ല. വളരെ അകത്തോട്ടാണ് വെച്ചിരിക്കുന്നത്. ആർക്കും ഒരു ശല്യമില്ലാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബോർഡിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ അതിൻ്റെ മുമ്പിലോട്ട് നീക്കി വെച്ചിരിക്കുന്ന ബോർഡുകളെല്ലാം മാറ്റിയാലേ ഇത്. അല്ലല്ല, കയ്യിലടിച്ചതാണ്. മർദ്ദിച്ചത് കൊണ്ടാണല്ലോ കൈ ചതഞ്ഞത്. അല്ലാതെ ചുമ്മാ അയാള് തട്ടുകയോ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലല്ലോ. കൊച്ചുകുട്ടിയല്ലേ. ഈ സംഭവത്തിന് ശേഷം പിന്നെ ആരെങ്കിലും ഇതേപോലെ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളെ ആരും ഭീഷണിപ്പെടുത്തിയില്ല. പക്ഷെ ഞങ്ങൾ ഭീഷണി ഉണ്ട് ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് പലരും പറഞ്ഞറിയാം. കട തുറന്നു. ഇന്ന് തുറന്നില്ല, ഒരു ദിവസം തുറന്നു, ഇന്നലെ തുറന്നു. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് സാധാരണ ഒരുപാട് ബിസിനസ് നടക്കുന്നതാണ്. പക്ഷെ ഇന്നലെ അങ്ങനെ വലിയ ഇതൊന്നും നടന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ വിരോധമൊന്നും പറയാൻ പറ്റില്ല. ഇത് ഓരോരുത്തരും വരുന്നവർ, എന്തെങ്കിലും കഴിക്കാൻ വരുന്നവരും പറയും അത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അവരെല്ലാം എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കാം പറഞ്ഞത് എന്നൊരു ഇതേ ഉള്ളൂ. അല്ലാതെ ഉണ്ട് ഭയമുണ്ട്. പക്ഷെ നടത്താതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ 11 മണി 11:30 വരെ എല്ലാം നിൽക്കാറുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ നേരത്തെ 9 മണിക്ക് അടച്ചിട്ട് പോവുകയാണ് ചെയ്തത്. കാരണം രാത്രി പോയി ഇനി അവള് വണ്ടിയിലാണ് വരുന്നത്, ഞങ്ങൾ കാറിൽ പോവും. പക്ഷേ എങ്ങനെ അറിയാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയി. പോരാടും. പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണല്ലോ. പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു നീതി കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ. എല്ലാവരും ജാമ്യത്തിൽ വിട്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ല എന്ന് അല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ മറ്റ് പരാതികളിലേക്ക് കടക്കുന്നുണ്ട്. എങ്ങനെ നിയമ നടപടിയായി പോകാൻ കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ CPM നേതാവ് വെളിനാട് ശശിക്കെതിരെ പരാതി നൽകിയ ശേഷം കുടുംബ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, അത്തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു രീതിയിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പേടിയുണ്ട്, തുടർന്നും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭീഷണി ഭയന്നുകൊണ്ട് കട നിർത്താൻ തങ്ങൾ തയ്യാറല്ല. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകും. ഇപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ ബാലാവകാശ കമ്മീഷനും ഒപ്പം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അടക്കം പരാതി നൽകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രദേശത്തെ BJP പ്രവർത്തകർ കൂടി ഘട്ടത്തിൽ നമുക്കൊപ്പം പ്രതികരിക്കുകയാണ്. എന്താണ് നീതി ലഭിക്കാത്തത് കൂടി തന്നെയാണോ കുടുംബം ഇത്തരത്തിലൊരു 20-ാം തീയതി നടന്നൊരു സംഭവമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്നത് ഈ സ്ത്രീകൾക്കെതിരെ ഒരു അതിക്രമം മാത്രമല്ല,
8 വയസ്സായ കുട്ടിയെ ആക്രമിച്ചു എന്നുള്ളത് എല്ലാ വിഷ്വലിലൂടെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പോലീസ് ഇട്ടിരിക്കുന്ന FIR-ൽ കുട്ടിക്കെതിരായിട്ടുള്ള JJ ആക്റ്റോ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തെക്കുറിച്ച് ഒരു പട്ടികജാതി നിയമം അനുസരിച്ച് ഒന്നും ഒരു കേസ് എടുത്തിട്ടില്ല. ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 20-ാം തീയതി രാത്രി തന്നെ രാഷ്ട്രീയമായ ഒരു ഇടപെടലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ശശിയുടെ ഇടപെടലും കൊണ്ട് ആ വകുപ്പുകളൊക്കെ കുറച്ചുകൊണ്ട് പിറ്റേ ദിവസം കോടതി ഹാജരാക്കിയതിന് വളരെ സിമ്പിളായിട്ട് ജാമ്യം കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ആ കുടുംബത്തിന് നീതി കിട്ടണം. ആ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് അവരോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാവും. കുട്ടിക്കെതിരായിട്ടുള്ള ആക്രമണത്തിലെ പോലീസ് കേസെടുക്കാൻ തയ്യാറാവണം, അഡ്രോസിറ്റി പ്രകാരമുള്ള കേസെടുക്കാനും തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സമരത്തിനോടൊപ്പം നമ്മളിപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. ഒരിക്കലും തൃപ്തികരമല്ല. കാരണം അവരെടുക്കുന്ന ശരിക്കും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ സ്ത്രീക്കെതിരെയുള്ള ഈ അമ്മയ്ക്കെതിരായിട്ടുള്ള മോൾക്കെതിരായിട്ടുള്ളതായാലും കുട്ടിക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽ പോലും പോലീസ് എടുക്കുന്ന നിയമങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മാധ്യമപ്രവർത്തനം നിങ്ങൾക്ക് അറിയാൻ പറ്റും. FIR-ന്റെ കോപ്പി എടുത്താൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നീതിക്ക് വേണ്ടിയിട്ടുള്ള അമ്മയോടൊപ്പം ആ കുടുംബത്തിനോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. എന്തായാലും അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ തന്നെ BJP ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ അടക്കം അവർ ഇപ്പോൾ കുടുംബം പരാതി നൽകുന്നുണ്ട്. കഴിഞ്ഞ 20-ാം തീയതിയാണ് ഉച്ചയോടുകൂടി വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തുകയും വെള്ളനാട് ശശി ഈ തട്ടുകടയിലെത്തി അസഭ്യം പറയുകയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വീഡിയോ പകർത്തിയ ചെറിയ കുട്ടിയെ മർദ്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ആ സംഭവത്തിൽ പിന്നീട് പോലീസ് കേസെടുത്തു. ഇയാളെ പത്തനംതിട്ടയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പക്ഷേ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കെ ആ വകുപ്പുകൾ ഒന്നും ചുമത്താതെയാണ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പിന്നീട് മണിക്കൂറുകൾക്ക് അകം തന്നെ അദ്ദേഹം ജാമ്യത്തിലിറങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഈ ഘട്ടത്തിൽ കൂടിയാണ് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഇപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷന് മുൻപാകെ എത്തിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കൂടി ഈ കുടുംബം പരാതി നൽകുന്നുണ്ട്. തുടർന്നും ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കടയിലെത്തുന്ന പലരും തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായി ശശി ഈ കടയിലെത്തി പണപ്പിരിവടക്കം നടത്തിയിട്ടുണ്ട്. 10,000 രൂപ ചോദിച്ച് 2,000 രൂപ നൽകിയതിലടക്കം തങ്ങളോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർന്നും പണപ്പിരിവ് നടത്തിയ സമയത്ത് പണം കൊടുക്കാത്തതിലുള്ള വ്യക്തിവൈരാഗ്യമാണോ ഇത്തരത്തിലൊരു അതിക്രമത്തിലേക്ക് കലാശിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങൾക്ക് സംശയമുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ വിരോധം തീർത്തതാണോ വെള്ളനാട് ശശി എന്നുള്ള ഒരു സംശയം കൂടി കുടുംബം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നീതി തേടി വീണ്ടും ഒരു കുടുംബം സ്ത്രീ സുരക്ഷ പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ സർക്കാരിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള വാതിലുകളും അടഞ്ഞ സാഹചര്യത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെയും പട്ടികജാതി കമ്മീഷന് മുൻപാകെയും കുടുംബം എത്തിയിട്ടുള്ളത്. സുരേഷ്.